പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഒടുവിൽ സുപ്രധാനമായ ആ വഴിത്തിരിവ് വന്ന് സംഭവിച്ചിരിക്കുകയാണ് ഗീതുവിൻ്റെയും ഗോവിന്ദിൻ്റെയും ജീവിതത്തിൽ. ഇതേ തുടർന്ന് ഗോവിന്ദ് വളരെയധികം സന്തോഷിക്കുന്നു. താൻ അച്ഛനാവാൻ പോവുകയാണ് എന്നുള്ള കാര്യം അറിഞ്ഞതിനെ തുടർന്ന് ഗീതുവിനെ കെട്ടിപ്പിടിക്കുകയും ചുംബിക്കുകയും ചെയ്യുന്ന ഗോവിന്ദ് താൻ ഒരുപാട് നാളായി കാത്തിരുന്ന ആ നിമിഷമാണ് ഇപ്പോൾ വന്നു ചേർന്നിരിക്കുന്നത് എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ്. എന്നാൽ ഇതേ തുടർന്നാണ് സുപ്രധാനമായ ആ കാര്യം വീട്ടിലുള്ള എല്ലാവരും അറിയാനിടയാകുന്നത്. ഇത് രാധികാമ്മയുടെ പ്രതീക്ഷകളെല്ലാം തെറ്റിച്ചു കളഞ്ഞിരിക്കുകയാണ്. ആകെ ഞെട്ടിപ്പോകുന്ന രാധികാമ്മ കാര്യങ്ങൾ കൈവിട്ടു പോകുമോ എന്ന് ഭയപ്പെടുകയും ചെയ്യുന്നു. ഇതേ തുടർന്ന് വരുണിനെ ചെന്ന് കാണുകയും ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കുകയും ചെയ്യുന്നു. ഈ അവസ്ഥയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ് എങ്കിൽ ഗീതു നമ്മളെ തോൽപ്പിക്കും. ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ ഈ കുഞ്ഞിനെ ഇല്ലാതാക്കുകയാണ് വേണ്ടത് എന്ന് പറയുകയും ചെയ്യുന്നു. ഒരു വിധത്തിൽ ആലോചിച്ചാൽ അത് ശരി തന്നെയാണ് എന്ന് വ്യക്തമാക്കുന്ന രാധികാമ്മ ഗോവിന്ദിനും ഗീതുവിനും ഒരു കുട്ടി ജനിക്കുകയാണ് എങ്കിൽ ആ കുട്ടിയായിരിക്കും ഈ സ്വത്തുക്കളുടെ എല്ലാം ഉടമസ്ഥർ എന്നും അതുപോലെ തന്നെ വരുണിന് ഒരു രൂപ പോലും ഈ സ്വത്തിൽ നിന്ന് ലഭിക്കുകയില്ല എന്ന് പറയുകയും ചെയ്യുന്നു. ഞാൻ ഇത്രയും നാൾ കഷ്ടപ്പെട്ടത് ഈ സ്വത്തുക്കളെല്ലാം നിനക്ക് വാങ്ങി തരുന്നതിന് വേണ്ടിയാണ്. പക്ഷേ ഒരു ദിവസം അതെല്ലാം അപ്പാടെ നഷ്ടമാവുകയാണ് എന്നുള്ള കാര്യം അറിയുകയാണ് എങ്കിൽ എന്തു ചെയ്യും? അതുകൊണ്ട് തന്നെ ആ കുഞ്ഞിനെ ഇല്ലാതാക്കണം. പക്ഷേ നമുക്ക് ഈ കാര്യത്തിൽ ഡയറക്റ്റായി ഇടപെടാൻ സാധിക്കുകയില്ല. നമ്മൾ ഇതിൽ ഇടപെടുകയാണ് എങ്കിൽ നമുക്ക് തിരിച്ചടിയുണ്ടാകും. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ കളിയിൽ ഇല്ല എന്ന് ആദ്യം അവരെ വിശ്വസിപ്പിക്കണം. എന്നിട്ട് വേണം ബാക്കി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനെന്നും നമ്മളുടെ ചതിയിൽ അവർ വീണുപോകണം എന്ന് പറയുകയും ചെയ്യുന്നു. വരുൺ എന്തിനും തയ്യാറാണ് എന്നുള്ള ഉറപ്പ് നൽകിക്കൊണ്ട് അവിടെ നിന്ന് പോവുകയാണ്. പക്ഷേ ഇതേ സമയം രാധികാമ്മയാകട്ടെ ഗീതുവിനെ ചെന്ന് കാണുകയും ഗീതുവിനോട് ഞാനൊരു മുത്തശ്ശിയാകാൻ പോവുകയാണ് എന്നുള്ള കാര്യം അറിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട് എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു. ഞാൻ ഇത്ര പെട്ടെന്ന് ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. പക്ഷേ ഞാൻ വളരെ ഹാപ്പിയാണ്. ഇങ്ങനെയൊരു ദിവസത്തിനായി ഞാനും കാത്തിരിക്കുകയായിരുന്നു. എന്തായാലും അങ്ങനെ ഒരു ദിവസം വന്നു സംഭവിച്ചല്ലോ. എനിക്ക് ആ കാര്യത്തിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇനി കൂടുതൽ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട സമയം വന്നെത്തിയിരിക്കുകയാണ്. ഇതോടെ ഗീതുവിൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിന് വേണ്ടി ഗീതുവിൻ്റെ വീട്ടിൽ നിന്ന് ഗീതുവിൻ്റെ അമ്മയെ ഇവിടേക്ക് കൊണ്ട് നിർത്താം എന്ന് ഗോവിന്ദ് പറഞ്ഞതിനെ തുടർന്ന് അതിൻ്റെ ആവശ്യം എന്താണ് ഗോവിന്ദ്? ഞാൻ ഇവിടെയുള്ളപ്പോൾ ഇവൾക്ക് യാതൊരു കുറവും ഉണ്ടാവുകയില്ല. ഗീതുവിൻ്റെയും കുഞ്ഞിൻ്റെയും കാര്യം ഞാൻ വളരെ ശ്രദ്ധയോടെ തന്നെ നോക്കുകയും ചെയ്യും. ആ കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട എന്നും മറ്റൊരാൾ ഇനി ഇവിടേക്ക് വരേണ്ട എന്നുള്ള കാര്യവും ഉറപ്പ് പറഞ്ഞിരിക്കുകയാണ് രാധികാമ്മ. പക്ഷേ ഈ കാര്യം ഗീതുവിന് ഒട്ടും ഇഷ്ടമാകുന്നില്ല. കാരണം രാധികാമ്മയുടെ സ്വഭാവം കൃത്യമായി ഗീതുവിന് അറിയാവുന്നതാണ്. ഇതോടെ ഗീതു ഗോവിന്ദിനെ ചെന്ന് കാണുകയും രാധികാമ്മയെ സൂക്ഷിക്കണം എന്നുള്ള കാര്യം പറയുകയും ചെയ്യുന്നു. കുഞ്ഞിനെ ഇല്ലാതാക്കാനുള്ള ശ്രമം അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും എന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ് എന്ന് ഗോവിന്ദിനോട് ഗീതു തറപ്പിച്ച് പറഞ്ഞിരിക്കുകയാണ്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.